വെൽക്കം സ്മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എന്നെ കുറച്ച് പേര് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ, ഈ വീഡിയോയിൽ കാണിക്കുന്ന റബ്ബറും തോട്ടം നിങ്ങളുടെ സ്വന്തമാണോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ തോട്ടം ഞങ്ങളുടെ ആരുടെയും സ്വന്തമല്ല, ഞങ്ങളുടെ പള്ളിക്കാരുടെ സ്വന്തം റബ്ബറും തോട്ടമാണ് കേട്ടോ ഇത്. അവർക്ക് കുറേ റബ്ബറും തോട്ടങ്ങളുണ്ട്, അതിലൊന്നാണിത്. അപ്പം നമ്മുടെ സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും വിശാലമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു തോട്ടം ഉള്ളപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ എല്ലാ വീഡിയോയിലെയും ഇൻട്രോ ഈ തോട്ടം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. അപ്പോൾ മഴയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഏതപ്പനും ഐഷുമയും കൂടി അങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ഫുൾ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഏതപ്പനും ഡോണുവിനെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഡോണുവിനെ ഞാൻ വാക്കറിൽ ഇരുത്തിയേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വാക്കറിൽ ഇരുത്തിയേക്കുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു, വാക്കറിൽ ഇരുത്തുന്നത് നല്ലതല്ല എന്നുള്ളത്. എനിക്കും വലിയ താല്പര്യമില്ല വാക്കറിൽ ഇരുത്താനായിട്ട്. പിന്നെ എനിക്ക് തീരെ നിവൃത്തി ഇല്ലാതെ ആകുമ്പോൾ, അതായത് അവൻ ആരുടെയും കയ്യിൽ പോകുന്നില്ല, അവൻ ഇരുത്തിയോടത്ത് ഇരിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവനെ വാക്കറിൽ ഇരുത്തുന്നത്. എനിക്ക് തോന്നുന്നു അവൻ പിന്നെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ വാക്കറിലാണ്. പക്ഷെ ഞാൻ അധിക നേരമൊന്നും അതിൽ ഇരുത്താറില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് അത്രയും ഞാൻ ഇരുത്താറുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ അവനെടുക്കാറുണ്ട്. ഇല്ല, ചേട്ടനൊന്നും ചെയ്തില്ല. ചേട്ടനും ഉമ്മ വെച്ചതാ. ഒരു ഉമ്മ കൊടുക്ക്, ഡോനുവിനും ഉമ്മ കൊടുക്ക. ചെയ്തപ്പാ ഡോണ് പേടിച്ചു പോണ്. പിച്ചല്ല, ഉമ്മ കൊടുക്ക്. ആ ആ എടാ ചേട്ടനെ നോക്കിയിരിക്കടാ. ആ മതി മതി, ഡ്രസ്സൊന്നും കീറല്ലേ. ഡ്രസ്സ് ഊരാനാ, അത് അവന്റെ ഡ്രസ്സാ, പൊന്നിന്റെ ഡ്രസ്സല്ല. സൈഡിൽ കൂടെ നുള്ളലും പിച്ചലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അമ്മാമ്മ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവൻ മണത്ത് കണ്ടുപിടിക്കും കേട്ടോ. അമ്മ ഇവനെ കാണാണ്ട് തുണിയിടാൻ വേണ്ടി പോയതാണ്, പക്ഷെ അവൻ കണ്ടുപിടിച്ചു. ദേ പിന്നാലെ ബക്കറ്റും പൊക്കി പിടിച്ചിട്ട് അമ്മയുടെ പിന്നാലെ പോകുന്നുണ്ട്. ചേട്ടൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് വേറൊരുത്തനും ഇവിടെ ഒരുങ്ങിക്കെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡി ആയിട്ട് ഞങ്ങൾ പുറപ്പെടാണ്. അപ്പോൾ ഞാൻ വേറൊരു റബ്ബർ തോട്ടം കൂടി കാണിച്ചു തരാം. ഞങ്ങളുടെ ഏരിയ ഫുള്ള് ഈ തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞേക്കാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ ഫേസിലെ കുരുക്കളിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു CBC ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ CBCക്ക് വേണ്ടി ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ മടിയിലുള്ള ഈ ചോറ്റുപാത്രമല്ല, കാസറോളിലെ ചോറ് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല. ഇത് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇടയായിട്ട് കുറച്ച് ട്രാവലിങ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഹോട്ടൽ ഫുഡ്സ് നമുക്ക് കഴിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള കാരണം. നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഹോട്ടൽ ഫുഡ് എങ്ങനെയായാലും പ്രശ്നമില്ല. പക്ഷേ കുഞ്ഞുങ്ങളുള്ള കാരണം നമുക്ക് എപ്പോഴും അങ്ങനെ ഹോട്ടൽ ഫുഡ്സ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ ഇന്ന് പറഞ്ഞു നമുക്കെന്നാൽ ഫുഡ് കൊണ്ടുപോകാം, ചെറിയൊരു കറിയൊക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് കുറേ വീഡിയോസൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. കുറച്ച് ഫ്രഷൊക്കെ ആയിട്ട് കുറച്ച് റിലാക്സേഷൻ ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഐശുവിൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐശുവിൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് റിലേറ്റഡ് ആയിട്ട് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ പോകാമെന്നുള്ളത്. അപ്പോൾ ആ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഞങ്ങളെ ആ ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു തരുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അവളുടെ ഡാൻസ് കണ്ടിട്ട് ഇവിടെ 2 പേര് തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഏതപ്പനും ഡോണും കൂടി. ഒരു രക്ഷയില്ല. പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് എന്താണ് എന്നൊന്നും അവർക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പാട്ട് നല്ലൊരു അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും തുള്ളും. ഡോണുവിന് പിന്നെ ഇന്ന പാട്ടൊന്നുമില്ല, പാട്ട് കേട്ടാൽ മതി, തുള്ളൽ കുറച്ച് കൂടുതലാണ്. അപ്പം ഡോണു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരുന്നിട്ട് തുള്ളാണ്. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഐശു എന്ത് കാണിക്കുന്നു അതേപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതപ്പൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങുന്ന സ്റ്റെപ്പുകളാണ് കേട്ടോ. വട്ടം കറങ്ങി അവസാനം അവിടെ താഴെ കിടക്കും. ഇതുവരേക്കും അങ്ങനെ വല്ലാണ്ട് അങ്ങ് വീണിട്ടില്ല. കാരണം വട്ടം കറങ്ങുമ്പോൾ തന്നെ ഞാൻ പറയും, മോനെ വട്ടം കറങ്ങാൻ നിൽക്കല്ലേ, വീഴും എന്നുള്ളത്. അപ്പം ഞാൻ അടുത്ത് തന്നെ, ഞാനോ അമ്മയോ ആരോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ പോയി നിൽക്കും. അപ്പോൾ ഐശുവിൻ്റെ ഡാൻസ് ഫുൾ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഗൈസ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമൊക്കെ ഉണ്ട്. ഞാനും ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പൊക്കെ വെച്ചു അവരുടെ കൂടെ. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുമ്പോൾ ഡാൻസ് ചെയ്തതാണ്. പിന്നെ ഞാൻ അങ്ങനെ ഡാൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല.
അങ്ങനെ നമ്മുടെ റിലാക്സേഷൻ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ ഏതപ്പനും അപ്പാപ്പനും കൂടിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ പെറുക്കിയിടാണ് കേട്ടോ. അപ്പാപ്പൻ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അപ്പാപ്പൻ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നല്ല തക്കാളിയാണോ എന്നൊക്കെ ഇങ്ങനെ വട്ടക്കറിക്കൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അവനും നോക്കും. എന്നിട്ട് നല്ലത് മാത്രമേ ആ ഒരു പെട്ടിയിലേക്ക് അവൻ എടുത്തിടുള്ളൂ. ഇപ്പോൾ പൊട്ടയാണെന്നുണ്ടെങ്കിൽ അത് അവൻ അങ്ങനെ തന്നെ അതെടുത്തിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ അത് പെർഫെക്റ്റായിട്ട് ആൾ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ പൊട്ട സാധനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കില്ല, അത് അവിടെ തന്നെ ഇട്ടിട്ട് നല്ല സാധനങ്ങൾ മാത്രം പെറുക്കിയെടുത്തിട്ട് വരും. എന്തായാലും കുറേ നല്ല കാര്യങ്ങൾ ഞാനും അവനിൽ നിന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഐശുവിൻ്റെ കൂടെയുള്ള വീഡിയോസ് ഇടുമ്പോൾ മിക്കപ്പോഴും 1-2 കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. ഐശു എന്താണ് ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഐശു BA കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ലോജിസ്റ്റിക്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കറൻ്റ്ലി അവൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവൾക്ക് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ കൂടെ തന്നെ നമ്മുടെ ഏതപ്പനൊരു കിൻഡർ ജോയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കിൻഡർ ജോയ് ഏതപ്പന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതപ്പൻ്റെ പപ്പയാണ് കേട്ടോ. ചാച്ചൻ ഒരു തവണ വന്നു കഴിഞ്ഞപ്പോൾ കിൻഡർ ജോയ് വാങ്ങിക്കൊടുത്തു. പിന്നെ കിൻഡർ ജോയ് എവിടെ കണ്ടു കഴിഞ്ഞാലും ആശാൻ അതുമ്മ പോയി അങ്ങ് പിടിക്കും. അപ്പം വാങ്ങിക്കൊടുക്കും. ഐശു ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങും. കാരണം ഐശും ഏതപ്പനും ഏകദേശം ഒരേ വേവ് ലെങ്ത്താണ് കേട്ടോ. ഐശു കാര്യം ഇത്രയും 10-22 വയസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഏതപ്പനെ പോലെ തന്നെ ഒരു കുട്ടിത്തം നിറഞ്ഞ മനസ്സാണ്, കുട്ടികളുടെ മനസ്സാണ്. അപ്പോൾ ഏതപ്പന് വാങ്ങി കിൻഡർ ജോയ് 2 പേരും കൂടി ഷെയർ ചെയ്തു. അപ്പോൾ ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുള്ളങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ പിള്ളേർക്ക്. അപ്പോൾ ഞാനും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ മറ്റേ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ടോയ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐശ്വര്യ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വീട്ടിലുള്ള ടോയ്സ് ആയാലും ഇപ്പോൾ ചാച്ചൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആണ് അവൾ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ക്രാഫ്റ്റ്സ് ആയാലും അവൾക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ എന്തോ ഭാഗ്യത്തിന് സംയമനം പാലിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 വഴിക്കാവും, അത് വേറെ കാര്യം. അപ്പോൾ ഏതപ്പൻ്റെ ടോയ് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഐശു അങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ടോയ്. ഇത് എത്ര നേരത്തേക്ക് ഉണ്ടാവും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് 4 വഴിക്കായിട്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഒറ്റയടിക്കാൻ ഏതെങ്കിലും ഒരു വഴിക്ക് കിടക്കുന്നുണ്ടാവും. എന്തായാലും ആ ഒരു സമയത്തെ സന്തോഷം, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളൊരു ടീ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചാച്ചൻ ലാസ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ചാച്ചനും കൂടി നൈറ്റ് ഡ്രൈവ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇപ്പം ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ നല്ല രസമാണ്, ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ ചായയും ഒരു നെയ് റോസ്റ്റൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതപ്പന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏതപ്പന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല കഴിക്കാനായിട്ട്. പിന്നെ ഡോണുവിന് പിന്നെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എന്നാലും ഞാൻ കഴിക്കുമ്പോൾ ഞാൻ അവന് ചെറുതായിട്ടൊന്ന് വായിൽ വെച്ച് കൊടുക്കും, എന്തെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ ചെല്ലുന്നോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അവൻ കഴിച്ചില്ല, നേരെ തുപ്പി. അപ്പോൾ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.